ആഹാരം പോലും പാതി ഉപേക്ഷിച്ച അന്ന് മോളെ കൊണ്ട് ഇറങ്ങിയത്. എന്നിട്ട് നേരെ ജയിലിൽ വന്നിട്ട് എന്നോട് കള്ളം പറഞ്ഞില്ലേ? ഞാനല്ലാതെ എന്ത് ചെയ്യാനാ? നടന്നതൊക്കെ പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന കണ്ണേട്ടനെ വേദനിപ്പിക്കണോ? അരുണിന്റെ അപ്പച്ചിയുമായി വല്ല വഴക്കുണ്ടായോ ഇന്ന്? ഏയ്, ഒന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെടാൻ നടത്തിയ ബന്ധമല്ലേ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അരുൺ ഇവിടെ ജോലി സ്ഥലത്താ. അയാള് വിവരം അറിഞ്ഞിട്ട് വരാതിരിക്കില്ല. വന്നാലും കാർത്തൂനെ ഇനി വിടില്ല. എന്തുറപ്പുണ്ടായിട്ടാ കാർത്തൂൻ ഇനി അങ്ങോട്ട് വിടുന്നേ? കൊല്ലാൻ പോലും മടിയില്ലാത്തൊരു അപ്പച്ചി. അവരുടെ ആവശ്യം അരുണും അവരുടെ മോളുമായിട്ടുള്ള കല്യാണ. അതിനുവേണ്ടി എന്ത് ചതി ചെയ്യാനും അവർ തയ്യാറാവുന്ന മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷയമായിരുന്നു. അതുപോലും കാണാൻ പറ്റില്ല കാർത്തൂന്. അന്നും കരച്ചിലായിരുന്നു. എല്ലാം എന്നോട് പറഞ്ഞു. ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പച്ചിയുടെ ഏട്ടത്തിയുടെ ഒക്കെ വിശ്വരൂപം ഞാൻ നേരിട്ട് കണ്ട സ്ഥിതിക്ക് പിന്നെ നടന്നതൊക്കെ പറയുന്നതല്ലേ നല്ലത്. എന്നാലും നമ്മുടെ കാർത്തൂന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. കാർത്തൂനെ കൂട്ടിക്കൊണ്ടുവന്ന നാള് മുതൽ പഴിക്കുകയും അവളൊരു അവശകുനമാണെന്ന് പറഞ്ഞ് ഓരോരോ ശാപവാക്കുകൾ പറയുകയും ചെയ്ത അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ. ഇപ്പൊ കാർത്തൂന്റെ മഹത്വം അവര് തിരിച്ചറിയുന്നുണ്ട്. അതുപോലൊരു അനുഭവം അപ്പച്ചിക്കും വരാനുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാ അവരിത്രയും കാർത്തൂനെ സങ്കടപ്പെടുത്തിയത്. ഒരുപാട് നാള് കൂടി വന്നതല്ലേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഏതായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ കാർത്തൂനെ ജീവനോടെ കാണാൻ പറ്റി. ആ അപ്പച്ചി എന്റെ കുഞ്ഞിനെ കൊന്നില്ല. അത്രയും സമാധാനം. നീ ആ ടൗലെടുക്ക്. എനിക്കൊന്ന് കുളിച്ചിട്ട് പുറത്തു പോകണം. ഇതെവിടെ പോവാ? ഡേ, നിന്നെ പോലെ തന്നെയുള്ള ചില മാന്യന്മാരെ എന്നോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അവരാരും കാർത്തു ഇവിടെ വന്ന വിവരം അറിഞ്ഞിട്ടില്ല. അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മയുടെ നെഞ്ചിലെ ചൂടല്ല, എന്റെ ചൂടാ മോക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്കൊക്കെ തെറ്റി. കാർത്തൂന് എന്തെങ്കിലും സംഭവിച്ചാലേ അതെ ഇവിടെ കിട്ടും. അങ്ങനെ പലപ്പോഴും മനസ്സിനകത്ത് ഒരു ആളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വിഷുണ്ടെന്ന്. എന്റെ കുഞ്ഞ് കരയുന്നത് പോലൊരു തോന്നല്. അപ്പോഴേ ഉറച്ചതാ, ജയിലിൽ നിന്ന് ഇറങ്ങിയ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അറിഞ്ഞു, കാർത്തൂനെ കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു. എനിക്കെന്റെ മോളെ പോറ്റാനുള്ള കരുത്തുണ്ടാ ഈ കടയൊക്കെ ഉണ്ടല്ലോ. അത് അരുണിന്റെ ദാനം തന്നെ. ആ കട നമുക്ക് വീട്ടാന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ അരുൺ സാർ അറിഞ്ഞു? ഇല്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ മോളോട് പറഞ്ഞു അയാളെ വിളിക്കണ്ടെന്ന്. അരുൺ സാറിന് ആഹാരമായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു പപ്പൻ. അതൊക്കെ പോയിക്കോ. പക്ഷെ നടന്ന കാര്യം പറയണ്ട. ഞാൻ പുറത്തു വന്നു. അല്ല, അത് പറയണ്ടെന്ന് പറഞ്ഞാ പറയണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സാറിനോട് പറയാം, ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. കാർത്തുവിനെ അപ്പോ നീ തിരിച്ചു വിടില്ല കണ്ണ? അതൊക്കെ മുകളിൽ ഒരാൾ തീരുമാനിക്കട്ടെ ജമാലിക്ക. അരുണിനെ കുറിച്ച് ഓർക്കുമ്പോ മോക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ വന്നതിന്റെ ഒരു ആശ്വാസം ഉണ്ട്. ഇപ്പോ കുറച്ചു ദിവസം മോൾ എന്റെ ഒപ്പം നിൽക്കട്ടെ. അത് കഴിഞ്ഞാലും? അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അരുൺ സാറിന്റെ അപ്പച്ചയെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. കാണാൻ അവരുള്ളതുകൊണ്ട് കാർത്തൂനെ കാണാൻ പോലും ഞങ്ങളാരും പോയിട്ടില്ല. എന്നിട്ടാണോ ജയിലിൽ വന്നപ്പോഴൊക്കെ നീ കാർത്തൂനെ കണ്ടെന്നും മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്? നിന്നെ ജയിലിൽ കാണാൻ വരുമ്പോ അങ്ങനെയല്ലാതെ പിന്നെ ഞങ്ങൾ എന്താടാ പറയേണ്ടത്? അരുണും കുറ്റക്കാരാണ് പാപ്പ. അയാൾക്ക് നന്മയും സ്നേഹമൊക്കെ ഉണ്ട്. എന്നാ സ്വന്തം കുടുംബത്തെ പറ്റി, അവിടെ ഉള്ളവരെ പറ്റിയൊക്കെ അയാൾക്ക് അറിയാറുന്നല്ലേ. അത് അറിഞ്ഞു വെച്ചിട്ട് അയാള് കാർത്തൂനെ വേണമെന്ന് പറയരുതായിരുന്നു. മോൾ ഒരുപാട് എതിർത്താ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അവസാനം അരുണിന്റെ വീട്ടിൽ നിന്നിട്ട് ഓരോരുത്തരുടെ സ്വഭാവം പഠിച്ചിട്ട് തറപ്പിച്ച് പറഞ്ഞതാ കൂട്ടിയെ കൂടുന്ന ബന്ധം ചെയ്യാൻ. അത് ഞാനും പറഞ്ഞതാ. എന്നിട്ട് അയാൾ വിട്ടില്ല.
കേറി വാ. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിഞ്ഞു. അമ്മയാണോ വിളിച്ചു പറഞ്ഞേ? അതെ. എന്നെ പുറത്തിറക്കാൻ വേണ്ടി അരുൺ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. അതൊന്നും ഓർക്കാതെയല്ല പുറത്തിറങ്ങിയ ദിവസം അറിയിക്കാതിരുന്നത്. അല്ല, അതുകൊണ്ട് അറിയാനുള്ളതൊക്കെ അറിയാനും കഴിഞ്ഞു. അപ്പച്ചിയുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ മാറിയ നിവൃത്തിയുള്ളൂ. അങ്ങനെ അരുണിന് മാറാൻ പറ്റുമോ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? നമ്മുടെ ഇഷ്ടം മാത്രം നടത്തിയാ പോരാ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചിന്തിക്കണം. കണ്ണേട്ടൻ പറഞ്ഞ ശരിയാ. ആ സമയത്ത് കാർത്തൂനെ കിട്ടണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഞാനൊന്നും ചിന്തിച്ചില്ല. അരുണിന്റെ വീട്ടിൽ കാർത്തു ജോലിക്കേരിയായി നിന്നപ്പോ തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതാ. ഞാനും പരോളിലിറങ്ങിയപ്പോ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാ മോൾ ഈ ബന്ധം വേണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞത്. എന്നാ ദൈവത്തിന്റെ തീരുമാനം മറിച്ചായതുകൊണ്ട് അരുണിന്റെ താലി കാർത്തുവിന്റെ കഴുത്തിൽ വീണു. എന്നിട്ട് മോള് പറഞ്ഞതാ ആ താലി കഴുത്തിലിട്ടുണ്ട് ഈ ജന്മം മുഴുവൻ ജീവിച്ചോളാന്ന്. അല്ലേ? അവിടെയും പക്ഷേ അരുൺ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിച്ചു. ഞങ്ങള് ഇവിടെ ഒരു വാടക വീടെടുക്കാം, എന്നിട്ട് ഒന്നിച്ച് താമസിച്ചോളാം. അതുകൊള്ളാം. അപ്പച്ചി അറിഞ്ഞിട്ടായിരിക്കുവോ അതോ അറിയാതെ ആയിരിക്കുവോ ഒന്നിച്ച് താമസിക്കാൻ പോകുന്നത്? രഹസ്യമായിട്ട് അല്ലേ? അരുണിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്ന അപ്പച്ചി എന്തായാലും അത് മനസ്സിലാക്കും. അപ്പോ അരുൺ എന്ത് തീരുമാനമെടുക്കും? വെട്ടുപോത്തിനെ പോലെ വരുന്ന അപ്പച്ചിയെ ആട്ടിപ്പായിക്കുവോ അതോ അപ്പച്ചിയുടെ ആജ്ഞകൾ അനുസരിക്കുവോ? കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നു. ഇത്രയും സംഭവങ്ങളുണ്ടായി. എന്നിട്ടും എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ. വിളിക്കണ്ടെന്ന് കണ്ണേട്ടൻ പറഞ്ഞു. എന്നാലും ഒന്ന് വിളിക്കണ്ടേടോ. അമ്മ പറഞ്ഞപ്പോഴാ സംഭവങ്ങളൊക്കെ അറിയുന്നത്. പപ്പേട്ടൻ അതുകൊണ്ടായിരിക്കും ചോറ് കൊണ്ടുവരാണ്ടിരുന്നല്ലേ? അയ്യോ, അപ്പൊ സാറ് ഭക്ഷണം കഴിച്ചില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജീവിതം താറുമാറായി നിൽക്കുമ്പോ ആർക്കും ആഹാരത്തോട് ആർത്തി കാണില്ലല്ലോ. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നപ്പോ താൻ ഈ രീതിയിലൂടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കില്ലേ? കണ്ണേട്ടിന് ഒരു കുഴപ്പമില്ല ഞാനിവിടെ നിൽക്കുന്നതിൽ. എന്താ തന്റെ തീരുമാനം? ഞാൻ എന്തിനാ സാറേ വരുന്നത്? അത് രണ്ടു കൂട്ടർക്കും വേദനയായിരിക്കും. ആ വീട്ടിന് ചേർന്ന മരുമോളല്ല ഞാൻ. ആയിരിക്കാം, പക്ഷെ എനിക്ക് ചേർന്ന ഭാര്യയാണ് താൻ. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു വാടക വീടെടുത്ത് താമസിക്കാം. എത്ര നാള്? അപ്പച്ചി അറിഞ്ഞു വരുന്നത് വരെ. അത് കഴിഞ്ഞ വീണ്ടും രണ്ടാളും രണ്ട് സ്ഥലത്തായി. അതുകൊണ്ട് ഞാനില്ല. അപ്പൊ താൻ വരുന്നില്ലേ? ഇല്ല. കണ്ണേട്ടം വന്നപ്പോ സാറിന് വേണ്ടെന്ന് വെച്ചെന്ന് കരുതരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ. അറിയാത്തയും കേൾക്കാത്തയും കാര്യത്തിനാ തല്ലുന്നതും വഴക്ക് പറയുന്നതൊക്കെ. ആ വീട് നന്നായി നോക്കി ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞോളാന്ന് പറഞ്ഞെങ്കിലും അപ്പച്ചയ്ക്കും സാറിന്റെ ഏട്ടത്തിക്കും ഒന്നും എന്നെ വേണ്ട. എവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ കടയിൽ പോയാ ഇഷ്ടം പോലെ പണിയും. തൽക്കാലം ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. നിന്നെ അവൻ കാണാൻ വരാറുണ്ടോ? ഞാൻ അങ്ങോട്ട് കാണാൻ പോകാറുണ്ട്. അതെന്തിനാ അങ്ങോട്ട് പോകുന്നേ? അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ചോദിച്ചറിയാൻ. എടീ, കൂടുതൽ അങ്ങോട്ടൊന്നും പോകണ്ട. അവനെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഞാൻ ജയിലിലേക്ക് പോകുന്നത് കൊണ്ട്. നിങ്ങളുടെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടായി എല്ലാം തകിടം മറിഞ്ഞത്. ഇപ്പൊ അനന്തരം രസിക്കുമായിരിക്കുമല്ലോ മാമന് തല്ലുകൊള്ളുന്ന കണ്ട്. അവൻ കൊറേ രസിച്ചു. പിന്നെ ഇപ്പൊ പുറത്ത് കിടക്കല്ലോ.
പുറത്തു കടന്നെന്നോ? ഏ? അപ്പൊ നീ അവനെ കണ്ടില്ലേ? അവൻ തറവാട്ടിലോട്ടൊന്നും വന്നില്ലേ? ഇല്ല. എന്റെ സുധയെ, അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ജയിൽ മോചിതനായി. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൊക്കെ എന്നെ ഇതിനകത്തിട്ട് മെതിക്കുക. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞാനിത് പറഞ്ഞില്ലെങ്കിലും നീ അവനെ കാണത്തില്ലേ? അപ്പൊ അവളുമാര് രക്ഷപ്പെട്ടു. പ്രത്യേകിച്ചോ പവിത്ര. എന്റെ കെട്ടിയവനാണെങ്കിൽ ജയിലിലും. ജയിലിലായെന്ന് മാത്രമല്ലടി, മിക്കവാറും എനിക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പുറത്ത് കടന്നില്ലേലും കുഴപ്പമില്ല, ബാധ്യതകൾ എങ്ങനെ തീർക്കുമെന്ന് പറ. നിനക്ക് ബാധ്യത തീർത്താ മതി. അത് കഴിഞ്ഞാ പിന്നെ ഞാനാണല്ലോ ബാധ്യത. എടീ, നിന്റെ പേരിലുള്ള വസ്തുക്കളൊക്കെ വിൽക്കാൻ നോക്ക്. എന്നിട്ട് ചിട്ടിക്കമ്പനിയിൽ പൈസ ഇട്ടവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ച് വിട്. ഓ കോരൻ, ഇനിയെല്ലാം വിറ്റു തുലയ്ക്കണോ അല്ലേ? ഇല്ലെങ്കിലേ നീ ഇപ്പൊ പറഞ്ഞത് വരും കാലൻ നിന്നെ തേടി. എടി, പലിശക്കാരൊന്നും വെറുതെ ഇരിക്കത്തില്ലടി സുധേ. അവരിറക്കിയ പണം തിരികെ വാങ്ങാൻ ഏതറ്റം വരെയും പോകും. ഒരുപാട് പേര് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. അവന്റെ ഒന്നും പേര് പോലും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ നമ്മുടെ ചിട്ടി കമ്പനി കൊണ്ടുവന്ന് പൈസ ഇട്ടവർക്കെല്ലാം അതേപ്പറ്റി നല്ല ഓർമ്മയാ. ഒരുത്തിക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ നമ്മുടെ മോക്ക്. ഇനിയെങ്കിലും അവളോട് ഉണ്ണിയെ വെറുപ്പിക്കാതിരിക്കാൻ പറ. ചിലപ്പോ അവനെ ആശ്രയിച്ച് കഴിയേണ്ടി വരും. ഓ, എന്തായാലും വയറ് നിറഞ്ഞു. ഇനി പോവുക. മോനെ, മക്കളെ, ആ ദീപം പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നിന്നെ വിട്ടോ? വിട്ടമ്മേ, ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നു എല്ലാരും ഒന്ന് കാണാൻ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു. എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. നീ പുറത്തുണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമാ. ഞാൻ പുറത്തിറങ്ങിയത് പലർക്കും രസിച്ചാണല്ലോ. അവിടെയുള്ളവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ശ്വാസം നിലച്ചു പോയേനെ എല്ലാത്തിന്റെ. അതെ, ഒരുത്തൻ ഇപ്പൊ ഈ സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അവനാ ഇപ്പൊ വീട്ടിലെ വരുത്തുപോക്ക്. എടാവും വിജിതയുടെ ജാരനാടാ. എനിക്കറിയാമേ, പപ്പൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാ. അമ്മ അവനെ മോശക്കാരനായിട്ട് കരുതണ്ട. അവൻ എനിക്കൊപ്പം ജയിലിൽ കിടന്നവനാ, നല്ലവനാ. പിന്നെ എന്റെ അനിയൻ അങ്ങനെ ഒരു ചതി പറ്റുന്നുണ്ടെങ്കിൽ അത് വേണ്ട അമ്മേ. അവൻ അവളെ കണ്ടിട്ടാ, അവളുടെ സമ്പത്ത് കണ്ടിട്ടാ കഴിഞ്ഞതൊക്കെ മറന്നത്. തലമറന്ന് എണ്ണ തേച്ചതും അതുകൊണ്ട്. അതിന്റെ തിരിച്ചടി കിട്ടിയേ പറ്റൂ. അതാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിന് അധികം ആയുസൊന്നുമില്ലമ്മേ. അവൾ അവനെ വിട്ടു, അവൻ ജീവിതം എന്താണെന്ന് പഠിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴേക്കും സ്നേഹിച്ച കുറെ ആൾക്കാരെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കാലനോട് കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇതുപോലൊരു മന്ദബുദ്ധിയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ എങ്ങനെയൊരു ഡോക്ടറായെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. നന്നായി പഠിച്ചു, പക്ഷേ മനുഷ്യനാകാൻ പഠിച്ചില്ല. ഒരുത്തൻ ജയിലിലേക്ക് വന്നപ്പോ അവൻ അറിഞ്ഞു കാണുമല്ലോ ഏട്ടൻ നിരപരാധിയാണെന്ന്, എന്നെ കള്ളക്കേസി കുടിക്കുകയാണെന്ന്. അതറിഞ്ഞപ്പോഴെങ്കിലും അവൻ എന്നെ കാണാനൊന്ന് വന്നൂടായിരുന്നു. വരില്ല അവൻ. അതിനുള്ള പക്വത അവനില്ല. പാമ്പിന് പാല് കൊടുത്തൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ 10-23 വർഷം പാലും തേനും ഒക്കെ കൊടുക്കുമായിരുന്നു. അവസാനം കാലിലല്ല, നെറുകെ തന്നെ കൊത്തിയത്. പാമ്പൊക്കെ അവനേക്കാളും എത്രയോ ഭേദവാ. എന്റെ അമ്മ, എന്നെ അവിടെ ഇട്ട് വടിച്ചെടുക്കുക. അതൊക്കെ കാണുമ്പോഴേ അവന് സന്തോഷമാ. എടാ നന്ദി കെട്ടവനെ, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് താല്പര്യമുണ്ടോന്ന്? അത് ഏട്ടന് മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അയ്യോ, ഭാര്യ ഇഷ്ടപ്പെടാത്തവരൊന്നും അവനും ഇഷ്ടമല്ലെന്ന്. എടാ പോയി ചാവടാ. രാവിലെ വീട്ടിൽ നിറങ്ങും, പിന്നെ ആശുപത്രിയില്ല. ആ സമയത്ത് ഭാര്യ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, അതൊന്നും ചിന്തിക്കാറിയില്ല. ആ പപ്പൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടിട്ട് വിജിതയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. നീ എന്താ വിളിച്ചേ? പപ്പനെന്നോ? എടാ എന്റെ പ്രായമുണ്ടോ അവന്? പപ്പേട്ടെന്ന് വിളിച്ചത് ഇപ്പൊ പപ്പനായോ? എന്നാ പിന്നെ നീ എന്നെ ഇടപെടാന്ന് വിളിക്കും. ഏട്ടനിപ്പോ എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടേ. നിന്നെ ഒന്ന് മുഖം കാണിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. പതിവ്രതയായ ഒരു ഭാര്യയും അതിനേക്കാൾ കുലീനത്തമുള്ള ഒരു അമ്മായിയമ്മയും കണ്ടു. പിന്നെ കാണാനുള്ളത് നിന്നെയായിരുന്നു, അതും കണ്ടു.
ശരിക്കും പറഞ്ഞ നീ മനുഷ്യനുമല്ല മൃഗവുമല്ല, പിന്നെ നിന്നെ ഏത് ഗണത്തിൽപ്പെടുത്തണം? നീ ഏത് തരം ജീവിയാടാ? എന്താടാ മുഖത്തൊരു ദേഷ്യം? എടാ നിന്റെ തകർച്ച തുടങ്ങിടാ. അതിന്റെ മുന്നോടിയായിട്ടാ ഒരു ദ്രോഹി ജയിലിനകത്തായത്. ഇനി നിന്നെ തകർക്കാൻ പോകുന്നത് വേറെ ആരുമില്ല, നീ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നിന്റെ ഭാര്യയായിരിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. അതൊക്കെ ഞാനങ്ങ് സഹിച്ചാ പോരെ? സഹിക്കണം. അല്ലാതെ ആ സമയത്ത് നിലവിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഒരിക്കലുമില്ല. ഏട്ടൻ വിജിതയെ കുറ്റപ്പെടുത്തുന്ന നേരത്ത് ഏട്ടത്തിയെ ശ്രദ്ധിച്ചാ മതി. ഏട്ടത്തി വഴിവിട്ട് പോകുന്നുണ്ടോ നോക്കിയാ മതി. എടാ, ഒരു ഏട്ടത്തിയുടെ അല്ല, അമ്മയുടെ സ്നേഹം നിന്നെ കവള് തന്നത്. ഇതിലും തല്ലുകൊടുത്തനും പറയുന്നോ? കയ്യിലെ തഴമ്പിന് കുറവൊന്നുമില്ല. അനാവശ്യം പറഞ്ഞാലേ അടിച്ച് ഞാൻ നിന്നെ ഒരു മൂറിക്കിടും. എന്നെ നീ എന്തെവിടെങ്കിലും പറഞ്ഞോ? എന്റെ കാർത്തൂനെ പവിത്ര എന്തെങ്കിലും പറഞ്ഞ പിന്നെ നിനക്കൊന്നും പറയേണ്ടി വരില്ല. നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും കേട്ടോ. ഇനിയും നീ മനസ്സ് മാറ്റാൻ തയ്യാറല്ലേ? നിയമപരമായിട്ട് ഞാനും കാർത്തും വിവാഹിതരാണ്. അതിനെ മറികടന്ന് എന്തെങ്കിലും ചെയ്താ അത് കേസാവും. കോടതി പറയും അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ. കോടതിയുടെ പേര് പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുത്തണ്ട. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അവനെന്തൊക്കെയോ പറയണമെന്നുണ്ട്. അമ്മയായതുകൊണ്ട് അതൊക്കെ വിഴുങ്ങിട്ട് പോവാ. ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി, കല്യാണം നടത്തുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാലോ? ഇപ്പോഴത്തെ അവസ്ഥയില് അവൾ അതിന് തയ്യാറാവും. അവള് മാത്രം തയ്യാറായ പോരല്ലോ, ഇവനും അതിനൊപ്പം നിക്കണ്ടേ? നിൽക്കും. അതിനു വേണ്ടതൊക്കെ എനിക്കറിയാം. അവനിങ്ങ് വന്നല്ലോ. ഇനി മോള് പറഞ്ഞ പോലെ കല്യാണം കഴിയാതെ അവൻ ഇവിടുന്ന് പോവില്ല. അവിടെ കാർത്തു ഉണ്ടായിരുന്നുകൊണ്ട് അതേ നാണയത്തെ മറുപടി കൊടുത്തില്ല. ഇനി ഏതായാലും ബന്ധം പിരിഞ്ഞ് സ്വന്തം മകളെ കാർത്തുവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പോവല്ലേ. പിന്നെ ഇനി മുന്നും പിന്നും നോക്കാനില്ല. പറയാനുള്ളത് പറയണം. ഏയ്, അവരൊക്കെ പണവും സ്വാധീനമുള്ളവരെ കണ്ണ. പിന്നെ നിനക്കാണെങ്കിൽ ജയിലിൽ കിടന്നവെന്നൊരു പേരുമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ പേരിലെ കുറ്റം വരൂ. പപ്പേട്ടൻ എന്താ ഈ പറയുന്നേ? നിയമപരമായി കാർത്തുവും അരുൺ സാറും തമ്മിൽ വിവാഹിതരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വഴക്കിനൊന്നും നിൽക്കാതെ കേസ് കൊടുക്കാവുന്ന. സാറിന്റെ അപ്പച്ചി കോടതി കയറട്ടെന്ന്. അവിടെ എന്തായാലും പെണ്ണിനും ചെക്കനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോടതി അനുകൂലമായിട്ട് തന്നെ വിധി പറയും. കല്യാണത്തിന്റെ അന്ന് നടന്ന ദീപം മറന്നിട്ടില്ലല്ലോ. തലനാരിഴയ്ക്കാ അന്ന് അപ്പച്ചി കത്തിപ്പോതിരുന്നത്. കോടതി വിധി വന്നിട്ട് അവരൊന്നിച്ച് ജീവിക്കേണ്ട ദൈവ. എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചിയെ മരണത്തിലേക്ക് തള്ളിവിടാൻ അരുണിന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വഴിക്കൊന്നും ഞാനില്ല. അവരെ ഒന്ന് കാണണം, എന്നിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറയണം. അമ്മ കാട്ടിൽ കളഞ്ഞ കൊച്ചാണെന്ന് കരുതി കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾക്ക് കിട്ടേണ്ട സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് തന്നെയാ കാർത്തു വളർന്നത്. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത്. എന്നിട്ട് അന്ന് ആ സ്ത്രീ അഴിഞ്ഞാടുകയായിരുന്നു. ഇനി തിരിച്ചൊരാട്ടമുണ്ട്. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെക്കൂ. ബന്ധം വേണ്ടെന്ന് വെക്കുന്നു? കൂട്ടിയാ കൂടില്ലെങ്കിൽ പിന്നെ രണ്ടാവുന്നതല്ലേ പപ്പ നല്ലത്. അവിടെ ദീപം കൊണ്ടുവന്ന് ആ പറമ്പ് കാണിച്ചു. കണ്ണായ സ്ഥലമൊന്നുമില്ലെങ്കിലും കൃഷി ചെയ്താൽ 100 മെനി ഉറപ്പാ. പിന്നെ പശുക്കളെ പോയി കണ്ടു, അതുങ്ങളെ കുളിപ്പിച്ചു, തീറ്റയിട്ട് കൊടുത്തു. അല്ല, മോക്ക് എന്താ പറ്റിയേ? സാറ് വിളിച്ചിരുന്നു. വീട്ടിലെത്തിയപ്പോ സാറിനെ അപ്പച്ചി തല്ലിയെന്ന് പറഞ്ഞു. മിക്കവാറും ഉടനെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കും. അതൊന്നും നടക്കില്ല മോളെ. അരുൺ അപ്പച്ചിയുടെ മോളെ കിട്ടുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? അപ്പച്ചിയുടെ ഒരു വല്ലാത്ത സ്വഭാവ കണ്ണേട്ടാ. അവരെ നമ്മൾ കരുതുന്നതിനേക്കാളും അരുൺ സാറിനും സാറിന്റെ ചേട്ടനും ഒക്കെ പേടിയാ. കെട്ടുന്നെങ്കിൽ കെട്ടിക്കോട്ടെ, പക്ഷെ സാറതിന് തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോഴാ പ്രശ്നം.
വീട്ടിനകത്ത് എന്തായാലും ഒരു യുദ്ധം ഉറപ്പാ. മോള് പേടിക്കണ്ട, അരുണിനെ മോക്ക് നഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ണേട്ടാ. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല മോളെ. മോക്ക് വേണ്ടി ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന പയ്യനാരുൺ. അതുകൊണ്ടേ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും. എനിക്ക് വേണ്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട് സാറ്. നമ്മുടെ ഭാഗത്ത് തെറ്റുവെച്ചുകൊണ്ട് നല്ലൊരു ദാമ്പത്യം കിട്ടണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതല്ലേ അരുണിന്റെ അപ്പച്ചി മുറുകെ പിടിക്കുന്നത്. മോളെ, വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എന്തായാലും അരുണിന്റെ നിലപാട് അറിയട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. കണ്ണേട്ടൻ അപ്പച്ചിയോട് വഴക്കിനൊന്നും പോവരുത്. ഞാൻ ആരോടും വഴക്കിനൊന്നും പോവില്ല. അല്ലെങ്കിലും അങ്ങനെ വഴക്കിട്ട് നേടേണ്ടോന്നല്ല കുടുംബജീവിതം. നമ്മുടെ മോളുടെ പേരിൽ ഉള്ളതൊന്നും അവള് തരത്തില്ല. അച്ഛനും അമ്മയും ചത്താലും അവൾക്കുള്ളത് മുഴുവൻ അവള് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. അവളുടെ ഭർത്താവിനെ ഒഴിച്ചല്ല. ആ ദീപനിപ്പോ വരുന്നുണ്ടോടി? അയാൾക്കിപ്പൊ അതൊക്കെ അറിഞ്ഞാ മതി. ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ നെട്ടോട്ട് ഓടുക. സുധേ, കോടികൾ മുടക്കിയാ ഇവിടെ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നത്. എന്നിട്ട് കൊറോണ വന്നപ്പം എല്ലാം തകർന്നില്ലടി. മനുഷ്യരുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പണത്തിനൊന്നും വലിയ നിലനിൽപ്പൊന്നുമില്ല. നിങ്ങൾക്കിതൊക്കെ നേരത്തെ തോന്നാഞ്ഞെന്താ? ആ, ഓരോരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ ഓരോരോ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കണക്കിന് നിങ്ങൾ രക്ഷപ്പെട്ടു. ജയിലിൽ കിടക്കുന്നോണ്ടൊന്നും അറിയണ്ടല്ലോ. എല്ലാരും വന്ന് കൊങ്ങിക്ക് പിടിക്കുന്ന എന്റെയാ. അത് മാത്രാണോ? പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റൂ? എല്ലാവരും കള്ളന്മാരെയും കൊലപാതകളെ നോക്കുന്നത് പോലെ നോക്കുന്നേ. ചെയ്യാത്ത കുറ്റത്തിന് കണ്ണനെ അകത്താക്കിയത്. ആ സമയത്ത് പവിത്രയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒന്നും വേണ്ടായിരുന്നടി സുധേ. ഉള്ളതുകൊണ്ട് ജീവിച്ചാ മതിയായിരുന്നു. അനന്തരവനെ മോളുടെ കെട്ടിയോനും ആക്കണ്ടായിരുന്നു. ഇനിയിപ്പൊ അതേപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒറ്റ ചിന്തയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാ എല്ലാം തൊലച്ചത്. വിശ്വനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഒന്ന് പറഞ്ഞു നിർത്താൻ. അവന്റെ വീട്ടിൽ പോയി പറഞ്ഞോ അതോ അവൻ നമ്മുടെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞോ? അങ്ങനെ വഴി വെച്ച് കണ്ടപ്പോഴാ പറഞ്ഞത്. അവന്റെ കാറിലൊക്കെ കയറി നീ പോകുന്നുണ്ടോ? പിന്നെ എല്ലായിടത്തും പോകുന്നുണ്ട്. സുധേ, എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നീ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി നഷ്ടപ്പെടുത്തരുത്. ഞാൻ എന്റെ മനപ്രയാസം എന്ന് പറയുമ്പോ അങ്ങേരുടെ സംസാരം പോകുന്ന പോക്ക് കണ്ടോ? നിങ്ങളെപ്പോലെ ഒരുത്തൻ എന്റെ തലയിൽ വന്ന് വീണതാ എന്റെ സകല നാശത്തിനും കാരണം. സുധേ, നിന്നെ ഞാൻ കെട്ടുന്നതിന് മുമ്പും കെട്ടിയതിന് ശേഷവും നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കും. നീയും നിന്റെ ചേച്ചിയും കൂടി സകല അണ്ടി ആഫീസിലും പോയി കഷ്ടപ്പെടുമായിരുന്നു. അവസാനം ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരുമ്പെട്ട് ഇറങ്ങിയപ്പോഴാ നീ ഒന്ന് ജീവിച്ചു തുടങ്ങിയത്. പിന്നെ നീ പണക്കാരന്റെ ഭാര്യയായി, മോളെന്ന് പറയുന്നവള് പണക്കാരന്റെ മോളും. അതോടെ എല്ലാവരെയും പുച്ഛമായി, ഈ എന്നെ. സുധേ, ഒരു ഉയർച്ച ഉണ്ടെങ്കിലേ ഒരു വീഴ്ചയുണ്ട്. എന്നാൽ ഇതുപോലൊരു വീഴ്ച ആർക്കും ഉണ്ടാകത്തില്ല. കാർത്തൂനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ മോനെ? ഇല്ല, അയാൾ എടുക്കുന്നില്ല. തളയ്ക്കപ്പെട്ടു പോയി. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ആയിപ്പോയി. മാളു ഒത്തുള്ള കല്യാണം വീണ്ടും പൊങ്ങി വന്നിരിക്കുക. എടുപിടിയുന്ന ദേവി അത് നടത്താൻ നോക്കുക. അങ്ങനെ നടത്താൻ നോക്കിയാൽ നടക്കോ? കാർത്തൂനെ വിട്ടിട്ട് എനിക്ക് മറ്റൊരു ബന്ധം വേണ്ട. അത് ഞാൻ ഉറപ്പിച്ചോണ്ടാ കാർത്തൂനെ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും വിവാഹം കഴിച്ചത്. ഇനി എല്ലാം കഴിഞ്ഞ ശേഷം അയാളെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? പിന്നെ എന്താ നിന്റെ പരിപാടി? കാർത്തൂനെ കളഞ്ഞിട്ട് മാളുവിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് കാർത്തൂനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഇനി മരുമകളായിട്ട് സങ്കല്പിക്കാനും പറ്റില്ല. എങ്കിൽ അത് അമ്മയ്ക്ക് വാ തുറന്ന് പറഞ്ഞൂടെ?
അമ്മ അപ്പച്ചേക്കാളും മൂത്തതാ. അപ്പൊ അമ്മ പറയുന്നത് അപ്പച്ചി കേൾക്കണം. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? അമ്മാവൻ ജീവിച്ചിരിക്കുമ്പോ അമ്മായി ശബ്ദിച്ചിട്ടില്ലല്ലോടാ. അന്നെന്താ നാവില്ലായിരുന്നോ? നീ പോ മഞ്ജു. ആരെന്തു പറയുന്നോ നോക്കി നടക്കുക. എനിക്ക് കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടേ ഇവിടുത്തെ സംസാരം കേൾക്കാം. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞു എന്റെ അമ്മ. അത് നീ അനുസരിച്ചേ പറ്റൂ. അതിന് വേറെ ആളെ നോക്കണം. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച അവൾക്കൊപ്പം കഴിഞ്ഞവനാ ഞാൻ. ഇനി അയാളെ മറക്കാൻ എനിക്ക് പറ്റില്ല. വിവാഹം കഴിച്ചു പോലും. എന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടുണ്ടോടാ? ആ, കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങി മോൻ. കാർത്തൂന് ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് വിവാഹത്തിന് പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ കണ്ട് പരിഹരിച്ചു. വെറുതെ കള്ളം പറയാതടാ. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞില്ലായിരുന്നു. എന്നിട്ടും കുഞ്ഞുണ്ടെന്ന് പറഞ്ഞവനാ നീ. ആ, നിനക്ക് എന്ത് കള്ളം പറയാനും നാവ് വഴങ്ങും. എന്താ എന്താ ഇവിടെ? വീട്ടിനകത്തെ ശബ്ദം വീട്ടിൽ മാത്രം കേട്ടാ പോരെ? ഇവന് മാറ്റമില്ല. അവളെ കൂടെ താമസിപ്പിക്കാനാ പരിപാടി. അരുണേ, നീ വെറുതെ അപ്പച്ചയെ ചൊടിപ്പിക്കരുത്. രണ്ട് കുടുംബവും തമ്മിൽ അകലാൻ ഇത് കാരണമാകരുത്. എന്നെ ഉപദേശിക്കാൻ വരാതെ താൻ തന്റെ ഭാര്യ ഉപദേശിക്കും. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ അവളെ. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്. എന്തിനാ ബാക്കിയുള്ളവർ ഇറങ്ങി പോകുന്നത്? ഞാൻ പൊക്കോളാം. എന്നിട്ട് ഞങ്ങൾ പുറത്ത് ജീവിച്ചോളാം. ബന്ധൊഴിയാൻ തീരുമാനിച്ചോ? അങ്ങനെയൊരു തീരുമാനമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി. കള്ളം മാത്രം പറയുന്ന ഒരുത്തിയെ അരുണിന് ഭാര്യയായിട്ട് വേണ്ട. കാർത്തു ഒരിക്കലും അരുണിന്റെ പിന്നാലെ നടന്നിട്ടില്ല. അത് തന്നെ എല്ലാവരും പറയുന്നേ. അനാഥ പെണ്ണ് പരിശുദ്ധയാ. അതുകൊണ്ട് അവള് ആരുടെ പിന്നാലെ പോയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിലും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പിന്നാലെ പോവാറില്ല. മറിച്ചാ സംഭവിക്കുന്നത്. പക്ഷേ ആ നേരത്ത് സ്വന്തം ചുറ്റുപാടിനെ കുറിച്ച് അവൾ അറിഞ്ഞിരിക്കണം. അത് എന്റെ കുട്ടിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാ. സമ്മതിച്ചു. ഇനിയിപ്പോ എല്ലാം സമ്മതിക്കും. ഓരോന്ന് പറഞ്ഞ് കാല് പിടിച്ചെന്നും വരും. എന്നാ അതുകൊണ്ടൊന്നും എന്നെ മയക്കാമെന്ന് കരുതണ്ട. അരുണിനെ മയക്കിയ പോലെ. അതുപോലെ തന്നെ തെരുവിൽ കിടന്ന് കിട്ടിയവളുടെ കാര്യം പറയാനായിട്ട് ഇവിടേക്കിനി ഒരിക്കലും താൻ കടന്നു വരാനും പാടില്ല. ആ ബന്ധം രണ്ടായി കഴിഞ്ഞു. ഞാൻ എന്റെ അനന്തരവനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ആ തറവാട്ടിൽ മരുമകളാകാൻ എന്ത് യോഗ്യതയുള്ളത്? അവളുടെ അച്ഛനും അമ്മയും ആരാ? വൃത്തികെട്ട മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുത്തിയുടെ മകളല്ലേ അവള്? അതുകൊണ്ടല്ലേ ആ സ്ത്രീ അവളെ കാട്ടിലെറിഞ്ഞത്? അല്ല, ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. തന്റെ അവിഹിത ബന്ധത്തിലുള്ള സന്തതിയാണോ ഈ കാർത്തു? അങ്ങനെ ഒരുത്തിയെ താൻ സൂത്രത്തിലെടുത്തു. ചിലപ്പോ അതൊക്കെ മറന്നുപോയി കാണും. നന്നായി ഓർക്ക്. നിങ്ങളെ പോലുള്ളവർ അത്തരം കാര്യങ്ങളൊക്കെ മറക്കും. കാരണം വഴിയരികിൽ കളഞ്ഞിട്ട് പോയൊരു ചോര കുഞ്ഞിനെയല്ലേ. അപ്പൊ പിന്നെ മറന്നല്ലേ പറ്റൂ. എങ്കിലും എന്റെ ഓർമ്മ ശരി തന്നെയാണെന്ന് എന്റെ വിശ്വാസം. അന്ന് ഞാൻ കണ്ടത് നിങ്ങളെ തന്നെ. എന്താ എന്ത് പറ്റി കൊച്ചമ്മേ? എന്തെങ്കിലും വയ്യായികളുണ്ടോ? എന്താ എന്താ പറ്റിയേ? എനിക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട,
അത് കിടന്നാ മതി. ചേട്ടാ കുറച്ച് വെള്ളം എടുത്തേ. തീരെ വൈകില്ലേ കസേരയിലിരിക്കേ. വാ. എന്താ പറ്റിയേ? പ്രഷർ കൂടിയതാണോ? അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞത്. വേണ്ട, സാറേ ദാ വെള്ളം. അതുകൊണ്ട് എടുത്തു ചാട്ടം ഒന്നും വേണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. മാളുമായിട്ടുള്ള കല്യാണം നടത്താൻ പോവാ അപ്പച്ചി. ഇല്ലെന്നേ, അതിലൊന്നും ഇനി ആരുണ്ട് അപ്പച്ചി മെനക്കെടില്ല. മിക്കവാറും അവരുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. എന്റെ കാർത്തൂനെ പോലെ തന്നെ നല്ല മനസ്സാരുണ്ടേത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിക്കാൻ ഒരുപാട് അവസരം വന്നു തരും. നിങ്ങൾ ഏറെ കാലം ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും. പിന്നെ കാർത്തൂന്റെ പ്രശ്നമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പവിത്ര വേണ്ട രീതിയിലുള്ള ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്റെ അനിയനെ അവളെ ചതിച്ചത്. അവനന്ന് കാർത്തൂനോട് ചെയ്ത കൊടുംചതി ഇപ്പോഴും എന്റെ കൊച്ചിന്റെ മനസ്സിൽ കിടക്കുക. അതുകൊണ്ടാ എല്ലാ അർത്ഥത്തിലും അരുണിന്റെ ഭാര്യ അവൻ കാർത്തൂന് കഴിയാത്തത്. അതിനെല്ലാം മാറ്റം വരും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും, നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികളായിട്ട്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാനും. ഓട്ടെ കണട്ടാ, ഞാൻ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവന്ന് വിടാം. എന്തിനാ? അങ്ങോട്ട് പോയാൽ ഓട്ടോ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ സ്റ്റാൻഡിലേക്ക്. അങ്ങ് നടക്കും. ഈ വെയിലും കാറ്റും മഴയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മോളെ, ഒരു വിവരം അറിഞ്ഞോ? പിരിഞ്ഞു പിരിഞ്ഞു. കാർത്തു ആ കൃഷി ഓഫീസർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയരുത്. ഓ അല്ല മോളെ, അല്ല. രണ്ടാളും രണ്ടെടുത്താ ഇപ്പൊ. ജയിലിൽ നിന്ന് വന്നവനാ കാർത്തൂനെ കൂട്ടിക്കൊണ്ടു വന്നത്. അവനവിടെ ചെന്നപ്പോഴേ കൃഷി ഓഫീസർ അപ്പച്ചി കാർത്തൂനെ മെതിക്കുന്നതാ കണ്ടത്. പിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നത്രേ. അമ്പലത്തിൽ വെച്ച് പപ്പന്റെ ഭാര്യ കണ്ടപ്പോ പറഞ്ഞതാ. വിശ്വാസം വരാഞ്ഞിട്ട് വേറെ 1-2 പേരോടും തിരക്കി. അപ്പൊ സംഗതി ശരിയാ. കാർത്തുവേ ഇപ്പൊ പവിത്രയുടെ കൂടെ ഉണ്ട്. അങ്ങനെ അവള് വന്ന് നിക്കണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ പിന്നെ അമ്പലത്തിൽ പോകുന്ന എന്തിനാ? കരുണേട്ടൻ ജയിലിൽ നിന്ന് പുറത്തു വരണേന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അരുണും കാർത്തുവും തമ്മിൽ രണ്ടാവണമെന്നാ. ഓ, ഏതായാലും അത് ഫലം കണ്ടു. എന്റെ നാത്തൂനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. കാർത്തു അരുണും അടിച്ചു പിരിഞ്ഞു.